വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പതിപോലെ സ്കൂളും ഓഫീസും ഒക്കെ ഉള്ള ദിവസമാണ്. സ്കൂൾ തുറന്നെന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ. അപ്പോൾ അതേ പാല് കാച്ചി ചപ്പാത്തിയും കടലക്കറിയും അങ്കുലിന് ടിഫിൻ ബോക്സ് വെച്ച് കൊടുക്കുന്ന കേട്ടോ. കടലക്കറി നല്ല ദിവസം വെച്ചതാണ്. ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് രാവിലെ ചൂടാക്കിയും കൊടുത്ത് വിട്ടാൽ മതിയല്ലോ. അപ്പോൾ അതേ ചപ്പാത്തിയും കടലക്കറിയും ഒരു പഴവും കൂടെ ഫ്രൂട്ട്സ് ബ്രേക്കിനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അവൻ അത് ഇനി കൊണ്ടുവരും കേട്ടോ. ഫ്രൂട്ട്സ് ബ്രേക്ക് അവൻ വളരെ റെയറായിട്ടാണ് എടുക്കുന്നത്. എന്തായാലും കുറച്ച് ഹെവി ഫുഡ് ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്തായാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇതേ സംഭവങ്ങളെല്ലാം വെച്ചു, പാക്ക് ചെയ്തു, വെള്ളം ഒഴിച്ചു, ടിഫിൻ ബോക്സ് റെഡി. അങ്കു ഇതേ ഫുള്ളി പാക്ഡായിട്ട് ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ്റെ ബസ് നമ്മുടെ ഈ ഗേറ്റിലെത്തുമ്പോൾ വിളിക്കും. ആ സമയമാകുമ്പോൾ അങ്ങോട്ട് പോയി നിന്നാൽ മതി. ശരിക്കും ഇപ്പോൾ ഫോഗ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നാൽ അത്ര വിസിബിലിറ്റി കിട്ടത്തില്ല. അവൻ്റെ ബസ് വന്നോ ഇല്ലയോ എന്നറിയാൻ ചെറിയ ഒരു ഫോഗ് ലൈറ്റ് പോലെ എന്തെങ്കിലും ഇങ്ങനെ മിന്നുന്നത്, അത് കുറേ വണ്ടികൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അങ്ങനെ അവൻ പോയി കഴിഞ്ഞതേ കിച്ചണിലെത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഓഫീസിൽ ആക്കി വിട്ടതിന് ശേഷം പിന്നെ ലഞ്ച്. ആസ് യൂഷ്വൽ നമ്മുടെ സ്ഥിരം പരിപാടികൾ. ഇപ്പോൾ തണുപ്പ് ഒരുവിധം നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് വലിയ രീതിയിൽ അങ്ങ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ചെറിയൊരു സുഖമുള്ള തണുപ്പായി. അപ്പോൾ ദേ നമ്മുടെ ഇഞ്ചിച്ചായ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. പുറത്തെ അവസ്ഥ ഫോഗ് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ രീതിയിലുള്ളൂ, കുറഞ്ഞു വരുന്നുണ്ട്. ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല വെയിൽ വരും. അപ്പോൾ നമുക്ക് എന്തായാലും തുണിയൊക്കെ കഴുകണമെങ്കിൽ ആ സമയത്ത് കഴുകിയിട്ടിരുന്ന് അങ്ങ് വിരിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതേ തണുപ്പ് ഓൾമോസ്റ്റ് കഴിയാറായി. ഹോളി കഴിഞ്ഞാൽ തണുപ്പ് കംപ്ലീറ്റ് വിട്ടു പോവും. പിന്നെ നമ്മുടെ ചൂട് കാലഘട്ടമാണ്. അത് നല്ല ചൂടാണ്. ഇവിടെ ഒരു 50 എബവ് ഒക്കെ പോവുക, അങ്ങനത്തെ ചൂടായിരിക്കും. നമ്മളങ്ങനെ ഒരുപാട് ചൂട് കൂടുന്ന ആ ഒരു ജൂലൈ മന്തിലാണ് നമ്മുടെ നാട്ടിലോട്ട് പോകുന്നത്. ആ സമയത്ത് ഇവിടെ സ്കൂൾ വെക്കേഷനൊക്കെ ആയിട്ട് സമാധാനമായിട്ട് പോയി വരികയും ചെയ്യാം. അങ്ങനെ ചൂടും തണുപ്പും എല്ലാം മാറി മാറി വരുന്ന നമ്മുടെ ദിവസങ്ങൾ. നമ്മളിപ്രാവശ്യം വാങ്ങിച്ച പഴം അങ്ങനെ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തണുപ്പായാലും നമുക്ക് പഴം കഴിക്കാനുള്ളൊരു ഇത് വരത്തില്ല. അല്ലെങ്കിൽ പിന്നെ പുട്ടിൻ്റെ കൂടെ ഉപ്മാവിൻ്റെ കൂടെ ഒക്കെ കഴിച്ചാലായി അത്രേ ഉള്ളൂ. പക്ഷെ ഈ പ്രാവശ്യം അതും കഴിച്ചില്ല. ദേ അങ്ങനെ ഇരിക്കുക. ഒരുവിധം പഴുത്തു. അപ്പം ഞാനത് മിക്സിയിലോട്ടിട്ട് അടിച്ച് എടുത്തിട്ട് അതിനകത്ത് ശർക്കരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബനാന പുഡിങ് ഞാൻ നേരത്തെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. പിന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടെ ഇട്ടിട്ട് അടിച്ചെടുത്തു. പിന്നെ കുറച്ച് ആട്ട, നമ്മുടെ ഗോതമ്പ് മാവുണ്ടല്ലോ, അത് ആവശ്യത്തിന് ഒരു കൺസിസ്റ്റൻസി ഇതേ ഈ രീതിയിൽ കിട്ടുന്ന രീതിയിൽ മിക്സി തന്നെ ഒന്ന് കറക്കിയെടുത്തു കേട്ടോ. വേണമെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കാം, പാലോ വെള്ളമോ എന്തെങ്കിലും. ഇപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി, കാരണം എനിക്ക് പഴം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രീസ് ചെയ്ത് നമ്മുടെ പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റീം ചെയ്ത് എടുത്താൽ നമ്മുടെ ബനാന പുഡിംഗ് റെഡി. അങ്കുവിൻ്റെ ഫേവറേറ്റ് സംഭവം കേട്ടോ. അപ്പോൾ ഒരുവിധം പഴുത്ത പഴമാണെങ്കിലാണ് ഇതിനൊരു ടേസ്റ്റ് കിട്ടുന്നത്. നമ്മുടെ ഇവിടെ കിട്ടുന്ന ആ മഞ്ഞപ്പഴം, ഇവിടെ ആകെ ഒരു മഞ്ഞപ്പഴേ കിട്ടത്തുള്ളൂ. അതിൽ തന്നെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതും കാണിക്കുന്നതൊക്കെ ഞാൻ അതിനകത്ത് തന്നെ ആയിരുന്നല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ പാളയം കോടൻ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ അതേ സ്റ്റീം കയറുന്നുണ്ട്. ഒരു അറിയാൻ പറ്റത്തില്ല കേട്ടോ, നമ്മൾ കുത്തി നോക്കണം. ഞാൻ വലിയ പാത്രത്തിൽ വെച്ചുകൊണ്ട് എനിക്കൊരു 45 മിനിറ്റോളം വേണ്ടി വന്നു ഇതൊന്ന് കിട്ടാൻ വേണ്ടി. പ്ലേറ്റിലൊക്കെ ആണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. എനിക്കിപ്പോൾ ഈ ഇങ്ങനെ ഉള്ള പാത്രം ആയതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ സംഭവം ഇതേ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഏലക്കയും ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തണുത്തിട്ട് നമുക്ക് മുറിച്ചിട്ട് ഈ രീതിയിൽ അങ്ങ് കഴിക്കാം. പ്ലേറ്റൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, കുറച്ചും കൂടെ ഷേപ്പൊക്കെ കിട്ടി. ഇതിപ്പം ഞാൻ ഈ പാത്രം എനിക്ക് എളുപ്പം ഒരുമിച്ച് അങ്ങ് വെക്കുകയും ചെയ്ത് നല്ല ടേസ്റ്റാണ് സംഭവം. ഇനി ലഞ്ചിന് നമ്മുടെ മെയ്ഡ് വന്ന് പോയതിന് ശേഷം കയറുന്നുള്ളൂ എന്ന് വിചാരിച്ചു. മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ചൊരു എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അതേ പേർന്ന് പറയുന്ന സംഭവം, ഇത് നല്ല പഴുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാനത് ഒരെണ്ണം കഴിച്ച് ചോറ് എന്തായാലും വെച്ച് ഒന്ന് വാർത്തിട്ടിട്ട് നമ്മുടെ മത്തങ്ങയും വേവിച്ചിട്ടു എരിശ്ശേരിക്ക് വേണ്ടി. ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മുടെ റാഡിഷിൻ്റെ ഇലയാട്ടോ, മൂലിയുടെ ഇലയാണ്. ഭയങ്കര ഗുണമാണ് ശരിക്കും. ഈ മൂലി എന്ന് പറഞ്ഞ റാഡിഷിനെക്കാട്ടിയും ഗുണം അതിൻ്റെ ഇലയ്ക്കാണ്. അത് ചെറുതായിട്ട് ഞാനൊന്ന് സോട്ട് ചെയ്തു ആദ്യം കേട്ടോ. കടുകും ഉഴുന്നുപരിപ്പും നമ്മുടെ വറ്റൽമുളകും ഇട്ട് സോട്ട് ചെയ്ത് കുറച്ച് കായപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജസ്റ്റ് ഒരു മെഴുക്കുവരട്ടി വില. അതിൻ്റെ കൂടെ ക്യാരറ്റും മൂലിയും കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഈ മെഴുക്കുവരട്ടി വില. ഇത് ഭയങ്കര ഹെൽത്തിയാണ് നമുക്ക് ശരീരത്തിന്, പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയത്ത്. ഈ തണുപ്പത്താണ് മൂലി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേട്ടോ. ഇത് വെച്ച് നമ്മുടെ സാഗ് പനീർ എന്ന് പറയുന്ന പോലെ തന്നെ മൂലിയുടെ ഈ ഇല കൊണ്ട് ഇവർ പനീറൊക്കെ ഇട്ടിട്ട് കറിയും വെക്കും. സംഭവം ഈ തണുപ്പത്താണ് കൂടുതലും. നമുക്കിവിടെ ഗ്രാമമായതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഈ ലീവ്സ് കിട്ടും. ഈ ഇല നന്നായിട്ടൊന്ന് കഴുകണം, മണ്ണൊക്കെ മാറ്റിയിട്ട് നമ്മളതെടുത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത്, ഈ സാലഡ്സിനൊക്കെ ചിലർ ഉപയോഗിക്കുന്ന സംഭവമാണ്, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ നമ്മുടെ എന്തായാലും വെയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ കിട്ടുന്ന വെയിലെങ്കിലും നമുക്കൊരാശ്വാസമാണ്. ഇതെങ്കിൽ ഇത് നല്ല കാറ്റുണ്ട് കേട്ടോ. ഇന്ന് ക്ലൈമറ്റ് ഇങ്ങനെ മാറി വരും. അപ്പോൾ രാവിലെ കണ്ട ആ ഫോഗിൻ്റെ ഒരു കാലാവസ്ഥയെ അല്ലിപ്പോൾ. ഞാൻ തുണിയൊക്കെ യൂണിഫോമൊക്കെ ഉള്ളതുകൊണ്ട് കഴുകിയിട്ടല്ലേ പറ്റും. നോക്കിയേ.
നമ്മുടെ ആ ഗുൾമോഹർ ചെടിയുടെ ഇല ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞു കുഞ്ഞു പുളിയില പോലത്തെ ഒരു ഇലയില്ലേ, നല്ല കാറ്റുണ്ട്. അപ്പോൾ എന്തായാലും തുണി വിരിച്ചു കേട്ടോ. ഇനി കുറച്ച് തുണി മടക്കാൻ കിടപ്പുണ്ട്. ഈ മടക്കലാണ് എൻ്റെ ഏറ്റവും ശത്രുവായ ജോലി. അപ്പം നമ്മുടെ മത്തങ്ങ എരിശ്ശേരി അല്ലെ ഉടച്ചേറി തേങ്ങ ഇട്ടിട്ടാണ് ഞാൻ വറുത്തിട്ടെടുത്തത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ ഒരു മയിലിൻ്റെ പീലി കണ്ടോ. ഈ സമയത്ത് അവരാരും വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. സാധാരണ ചില മയിലുകൾ അംഗവൈകല്യം വന്നിട്ട് പീലിയൊന്നും ഇല്ലാതെ പാവം നടക്കുന്നത്. പക്ഷേ ഇതിന് നല്ല പീലി ഉണ്ടായിരുന്നു. കുറച്ച് നടന്ന് നമ്മുടെ റോസാപ്പൂക്കളെയും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ഞാനൊരു ചിക്കൻ കാല് കറി ഉണ്ടാക്കി. ഞാൻ എപ്പോഴും കാണിക്കുന്നുണ്ടാണ് ഈ റെസിപ്പി വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ കുറച്ച് റെസിപ്പീസൊക്കെ എനിക്ക് ഇടണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മെല്ലെ മെല്ലെ ഇട്ട് തരാം കേട്ടോ. എന്തായാലും അടുത്ത് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ഇടാം. ഇന്നിപ്പോൾ ചിക്കൻ കറി കാല് കറി വെച്ചു. അങ്കു എന്തോ ഇരുന്ന് പഠിക്കുകയാണ്. ഇന്ന് നമുക്ക് ചപ്പാത്തിയല്ല, പുട്ടാണ്. പുട്ടും ചിക്കൻ കാല് കറിയും. തേങ്ങ എന്തായാലും ഞാൻ എരിശ്ശേരിക്ക് വേണ്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും അത് തീർക്കാൻ നോക്കും. നമ്മുടെ പുട്ടും കൂടെ ഉണ്ടാക്കിയാൽ അതങ്ങ് കഴിയുമല്ലോ. ഒരാൾക്കേ വന്നപ്പോൾ സ്ട്രോബെറീസ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇപ്പം സ്ട്രോബെറിയുടെ ഒരു എന്താ പറയുക സീസൺ എന്ന് പറയാം. ഇവിടെ വലിയ ഹൈഫൈ ക്വാളിറ്റിയുള്ള സ്ട്രോബെറി ഒന്നും അല്ല. നല്ല രീതിയിൽ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കണം. പിന്നല്ലാതെ അങ്കുവിൻ്റെ ഫേവറേറ്റ്സ് കുറച്ച് സാധനങ്ങൾ അവൻ തന്നെ ലിസ്റ്റ് അയച്ചു കേട്ടോ. ന്യൂട്ടല്ലയും ചീസ് ഇപ്രാവശ്യം കിട്ടിയത് നമ്മുടെ സ്ലൈസ് അല്ല. ഡേറ്റ് ഒക്കെ നോക്കിയിട്ടേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാവൂ. നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഡേറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇത് ഷ്രെഡഡ് ചീസ് പോലെ സംഭവമാണ്, സ്ലൈസ്ഡ് ചീസല്ല. എനിക്കൊന്നും മൊസറല്ലയുടെയും വേറെ എന്താ ഷെഡാർ ചീസില്ലേ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇത് നമുക്ക് ബ്രെഡിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണല്ലോ. പിന്നെ അല്ലാതെ ഐസ്ക്രീം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീമിയം വാനില വടില എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം ആട്ടോ, അതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ക്രഞ്ചി ബട്ടർ സ്കോച്ച്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു. പിന്നെ ബ്രെഡും അവൻ തന്നെ ലിസ്റ്റ് അവൻ്റെ അച്ഛൻ അയച്ച് അവൻ്റെ അച്ഛൻ വാങ്ങി വന്ന സാധനങ്ങളാണ്. നമ്മുടെ മാതൃഭൂമി കലണ്ടർ ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ കാണിച്ചല്ലോ, ഓൺലൈൻ വഴി വന്നിട്ടുണ്ടായിരുന്നത്. അത് ചുരുണ്ട് കിടന്ന് എന്തായാലും നീണ്ട് സെറ്റായി. ഇത് വന്നപ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ആകെ ഒരു കൈയൊടിഞ്ഞ പോലല്ലേ. നമ്മുടെ ഡൽഹിയിൽ ആർക്കേപുരം അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. ഞാൻ നേരത്തെയും അതിൻ്റെ വ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ അമ്പലത്തിലോട്ടുള്ളൊരു യാത്രയാട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതാണ് ഞാൻ വളയൊക്കെ കാണിച്ചത്. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ച് കളർഫുൾ വളയൊക്കെ ഇട്ട് പോകാമല്ലോ. ഇവിടെ ഈ ഇങ്ങനെ ഗോൾഡൻ റെഡൊക്കെ കലർന്ന വളകൾ ഒരുപാട് കിട്ടും. അപ്പോൾ ഞാൻ വാങ്ങിയത് എന്തായാലും അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോകാമല്ലോ. അല്ലാതെ എനിക്ക് വെറുതെ ഇടാനൊരു വിഷമമാണ്. അങ്ങനെ നമ്മളെത്തി. ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളീസ് താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുക ആർക്കേപുരം. നല്ല ഏരിയ കേട്ടോ ഇത്. ഇവിടെ മലയാളി കടയൊക്കെ ഉണ്ട്. നമ്മുടെ തൃശ്ശൂർക്കാർ നടത്തുന്ന ഒരു വലിയൊരു കടയുണ്ട്. നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഗ്രൗണ്ട് ഏരിയ കേട്ടോ. അങ്ങോട്ട് ആ നേരെ കാണുന്നതാണ് അമ്പലം. നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വീഡിയോ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ് അമ്പലത്തിൽ. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് ആ ഏരിയ ഒന്നും കൂടുതലായിട്ട് എടുക്കുന്നില്ല. മാത്രമല്ല പ്രൈവസി മാനിച്ച് ഞാൻ ആരെയും അങ്ങനെ എടുത്തിട്ടില്ല. നമ്മളിതേ ഇവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട് അമ്പലത്തിൻ്റെ. അവിടെ നിന്ന് ഇഡ്ഡലി, സാമ്പാർ, പരിപ്പ് വട, ചട്നി, ചായ, പിന്നെ അതേ നല്ല മുഴുത്ത ഉഴുന്നുവട ഉണ്ടായിരുന്നു. അങ്കു ഒരു വട മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ പുറത്തുള്ള ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ട് നമ്മൾക്ക് അവിടെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ചുറ്റുവിളക്കും കാര്യങ്ങളും ബാക്കിലെയും ഫ്രണ്ടിലും എടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്കു ഒന്നും കഴിച്ചില്ലായിരുന്നു. ആ വട മാത്രമേ കഴിച്ചുള്ളൂ. ചായ പോലും അവൻ കുടിച്ചില്ല. അപ്പോൾ അവന് മലബാർ ഹോട്ടലിൽ പോയിട്ട് കൊഞ്ചും പൊറോട്ടയും വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും മലബാർ ഹോട്ടലിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങളിനി അങ്ങോട്ട് ലക്ഷ്യമിട്ട് പോകാം. എനിക്ക് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് ഒരു കൊഞ്ച് വാങ്ങിച്ചു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മുഴുവൻ നീ തന്നെ കഴിച്ചോണം. അപ്പോൾ അവന് വിശപ്പുണ്ടായിരുന്നു. അവൻ ഇത്രയും കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ രാക്കിയും ഞാനായിരുന്നു ശരിക്കും ആ ഇഡ്ഡലിയും വടയൊക്കെ കൂടുതൽ കഴിച്ചേട്ടോ. അപ്പോൾ രാക്കിയും പറഞ്ഞെങ്കിൽ രാക്കി ഒരു പൊറോട്ട കഴിക്കാൻ നേരം പൊറോട്ടയും ഗ്രീൻ പീസ് മസാലയും കൊഞ്ചും മാത്രം വാങ്ങിച്ചതേ ഉള്ളൂ ഇന്ന്. പിന്നെ കുറേ കേക്ക്സ് ഇരിക്കുന്നത് കണ്ടിട്ട് അതും കുറച്ച് സ്നാക്സും നമ്മുടെ ചക്ക ചിപ്സൊക്കെ ഉണ്ടല്ലോ, ചക്ക വറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. എലൈറ്റിൻ്റെ കേക്ക് നമുക്ക് അവിടെ ഓൺലൈനിൽ കിട്ടത്തില്ല കേട്ടോ. വേണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.